നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമുക്ക് ഡൽഹി മദ്യനയ കേസ്, മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ എന്നിവരെ കുടുക്കിയ ഒന്നാണ് എന്ന് നമുക്കറിയാം. എന്താണ് ഡൽഹി മദ്യനയ കേസ്? അതായത് അവിടുത്തെ സംസ്ഥാന സർക്കാർ, അതായത് ഡൽഹി സർക്കാർ എൻ്റെ നിലവിൽ അനുസരിച്ച് സർക്കാർ മദ്യവിതരണം അവസാനിപ്പിക്കുന്നു. മദ്യവിതരണം അവസാനിപ്പിച്ചുകൊണ്ട് പകരം സ്വകാര്യ മദ്യ കച്ചവടക്കാർക്ക് അവരുടെ ഔട്ട്ലെറ്റുകൾ വഴി മദ്യം സുലഭമായി വിൽക്കാൻ വേണ്ട ഒരു അവകാശം വിട്ടു നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഡൽഹി മദ്യനയ കേസ്. ഈ രീതിയിലേക്ക് മദ്യനയത്തെ പുനരാവിഷ്കരിച്ചു. ഇതെങ്ങനെ കേസായി മാറിയെന്ന് ചോദിച്ചാൽ, ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 100 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇഡിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മനീഷ് സിസോദിയെയും അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരായും കേസെടുക്കുകയും നടപടിക്രമങ്ങളിലേക്ക് പോവുകയും തുടർന്ന് തീഹാർ ജയിലിലേക്ക് വരെ അവരെ എത്തിക്കുകയും ചെയ്തത്. ഈ കഥ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതായത് ഡൽഹിയിൽ നടന്ന സംഭവവികാസങ്ങൾ ഇത് കേരളവുമായി നമുക്ക് തട്ടിച്ചു നോക്കേണ്ടി വരുമോ എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഇരിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിലവിൽ കേരളത്തിലെ മദ്യനയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ വി സതീശൻ മാറ്റം കൊണ്ടുവന്നു. നികുതി ഇനത്തിലാണ് ആ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിലവിൽ 251% നികുതി ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മദ്യം, അതായത് 10% വരെ വീര്യമുള്ള മദ്യം, ആ മദ്യത്തിൻ്റെ നികുതി 120% എത്തിക്കുന്നു. കുറച്ചിട്ട് 120% എത്തിക്കുക എന്ന് പറയും. ഇതുമൂലം ആർക്കാണ് പ്രയോജനം ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഈ നിലയിൽ മദ്യം വിൽപ്പന നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ, പ്രധാനമായും ബക്കാഡി പോലെയുള്ള ശക്തന്മാരായ കോർപ്പറേറ്റ് കമ്പനികൾ. നമ്മൾക്കറിയാം, കേരളത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു മദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു, നമ്മുടെ ജവാൻ തന്നെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ബാക്കിയുള്ള മദ്യമെല്ലാം പുറത്തു നിന്നാണ് വരുന്നത്. നമുക്കറിയാവുന്ന പോലെ ഒരു ബ്രൂവറി ഇവിടെ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായതാണ്, പാലക്കാട്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ബാംഗ്ലൂരിൽ മിക്കവാറും മദ്യത്തിൻ്റെ എല്ലാം ഈറ്റില്ലം എന്ന് പറഞ്ഞാൽ ബംഗളൂരു തന്നെയാണ്, കർണാടക സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് മദ്യം എത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നികുതിയിലാണ് ഈ 120%, അതായത് നേരെ പകുതിയിൽ താഴെ അതിൻ്റെ നികുതി കുറച്ചിരിക്കുന്നു. നല്ല തീരുമാനം എന്ന് നമ്മൾ പറയും. പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 20%, അപ്പോൾ 20% വരെ വീര്യമുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന മദ്യത്തിൻ്റെ വില അല്ലെങ്കിൽ ആ നികുതിയിൽ ഏകദേശം അത് 170% കുറവ്, ഇവിടെ 175% കുറവും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പൊതുവിൽ മദ്യത്തിൻ്റെ നികുതിയിൽ നമ്മുടെ വി സതീശൻ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി വിട്ടു നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, മദ്യത്തിൻ്റെ വില കുറയുകയല്ലേ സംഭവിക്കുക, മദ്യം സുലഭമാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. മദ്യത്തിൻ്റെ വില കുറഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർ കൂടുതലായി മദ്യം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതുമൂലം ഈ ആർക്ക് നഷ്ടമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാരിന് ഈ നികുതി നഷ്ടത്തിലൂടെ സംസ്ഥാന സർക്കാർ ആ നികുതി വേണ്ടെന്ന് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരുന്ന തുകയുടെ അളവിൽ കുറവ് സംഭവിക്കുന്നു. ഏറെക്കുറെ നമ്മുടെ കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഖജനാവിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഏകദേശം 600 കോടിയിൽ അധികം രൂപയുടെ നഷ്ടമുണ്ടാകാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ നഷ്ടമുണ്ടാകുന്ന ഒരു പദ്ധതി. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഈ നികുതിയുടെ കുറവ് ആരെയായിരിക്കും പിന്തുണയ്ക്കുക? നമ്മുടെ സാധാരണ മദ്യപന്മാരെ അല്ല, മറിച്ച് ഇത് വൻകിട കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ബക്കാഡി പോലെയുള്ള കമ്പനികൾക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കുകയും ചെയ്യും. അത്രത്തോളം ഈ പറയുന്ന തുകയിലാണ് കുറവ് സംഭവിക്കുക. ഇനിയും ഇവിടെ വരുന്ന, അപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, 600 കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഇവിടെ വി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു ബംഗളൂരു അല്ലെ കർണാടക സംസ്ഥാനത്തിലുള്ള ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു മദ്യ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇത് ഒരു പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അതായത് ഹോട്ടി വൈൻ എന്ന് പറയുന്ന ഒരു വൈൻ കോൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ LDF സർക്കാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറി കർഷകർ, അതോടൊപ്പം പഴം കൃഷി ചെയ്യുന്നവർ, അത് നമ്മുടെ നാട്ടുകാരിൽ നിന്ന് ശേഖരിക്കുന്ന ഈ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതി, വീര്യം കുറഞ്ഞ മദ്യം, ആ രീതിയിലേക്ക് ഒരു പദ്ധതി നമ്മുടെ കേരളത്തിൽ ആവിഷ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇത്തരം മദ്യങ്ങൾ നമുക്ക് റെഡി ടു ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഈ മദ്യം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് നമുക്ക് ധൈര്യമായി നമുക്ക് ഇവിടേക്ക് കയറി ചെല്ലാം. അതായത് നമ്മുടെ ബിവറേജ് ഷോപ്പിലേക്ക് കയറി ചെല്ലാം, മദ്യം വാങ്ങാം, ആ മദ്യം പുറത്ത് വെച്ച് കുടിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ചില വസ്തുതകളിലേക്ക് പോവുകയാണെങ്കിൽ, എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന മദ്യത്തിന് ഇത്രയും വില കുറവ് വരുത്താൻ, അല്ലെങ്കിൽ നികുതിയിൽ ഇത്രത്തോളം ഇടിവ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോലും, അതായത് വരുമാന സ്രോതസ്സിനെ പോലും വെട്ടിമുറിക്കുന്ന തരത്തിലേക്ക് ഈ പറയുന്ന മദ്യ കമ്പനികൾക്ക് പ്രയോജനകരമായ രീതിയിൽ നികുതിയിൽ ഇത്രത്തോളം കുറവ് വരുത്തണം എന്ന് നമ്മുടെ സർക്കാർ തീരുമാനിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടാകേണ്ടേ? തീർച്ചയായും. അപ്പോഴാണ് നമ്മൾ മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ ഉദാഹരിക്കേണ്ടി വരുന്നത്. പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇവിടുന്ന് അതായത് മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശൻ ഇന്നുവരെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കിയിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള മംഗലാപുരം യാത്ര ഇപ്പോഴും നമ്മുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തിന് അദ്ദേഹം മംഗലാപുരം യാത്ര നടത്തി? മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലം കർണാടകയിലാണ്. ആദ്യം അദ്ദേഹം ഉടുപ്പിയിൽ പോയതാണ്, നമ്മുടെ എന്താ പറയുക, മൂകാംബിക ക്ഷേത്ര സന്ദർശനത്തിന് പോയതാണ് എന്ന് ഒരു തവണ പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്ന അദ്ദേഹം പോയത് ആര്യാട മുഹമ്മദിൻ്റെ ഒരു അകന്ന ബന്ധുവിനെ ദർശിക്കാൻ വേണ്ടി പോയതാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇതിലേതാണ് നമ്മൾ പ്രൈം ഓഫീസിൽ വിശ്വസിക്കേണ്ടത്? രണ്ടും വിശ്വസനീയമല്ല എന്ന് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ എന്താണ് ഈ പറയുന്ന മദ്യം ഉണ്ടാകുന്ന കർണാടക. അപ്പോൾ അദ്ദേഹം നടത്തിയത് കർണാടകയിലെ സന്ദർശനം. അപ്പോൾ ഈ സന്ദർശനം വെറുമൊരു സന്ദർശനമായി നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് വെറുമൊരു സന്ദർശനമല്ല ഇത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന പോലെ മനീഷ് സിസോദിയയെ പോലെ, അതല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ കേരളത്തിലുള്ള മദ്യനയം തിരുത്തുന്നതിനാവശ്യമായ എന്തൊക്കെയോ ചില നടപടിക്രമങ്ങൾ അവിടെ പോയ ആ സന്ദർശനത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. നമുക്ക് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരുന്നു. പിന്നെ പറയുന്ന നമ്മുടെ തീരദേശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിൻ്റെ തീരദേശത്തെ സംബന്ധിച്ച് ഇപ്പോൾ അദാനിയെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിലും ശരി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അധികം ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശമാണ്. അതായത് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മാത്രമാണ് രാജ്യത്ത് ഏറ്റവും അധികം ധാതു നിക്ഷേപമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിലുള്ള അദാനി അടക്കമുള്ള ഈ വലിയ വമ്പൻ വ്യവസായികളുടെ കണ്ണ് തീർച്ചയായിട്ടും നമ്മുടെ തീരപ്രദേശത്തേക്ക് തന്നെയാണ്. ഈ ധാതു നിക്ഷേപം അവർക്ക് സ്വന്തമാക്കാൻ കഴിയണം, അല്ലെ സ്വന്തമാക്കണം. ഇത് അവരുടേതായ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ കടലിൻ്റെ ഒരു ഭാഗം തന്നെ, അല്ലെ നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശം കച്ചവടം ചെയ്യുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് ഇതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കർണാടക സന്ദർശനം, അല്ലെങ്കിൽ കർണാടകയിൽ പോയി അദ്ദേഹം അത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയിട്ട് സന്ദർശനം നടത്തിയിട്ടുള്ളത് വെറുതെ ഈ പറയുന്ന മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് അല്ല എന്നും, ആര്യാടം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു അകന്ന ബന്ധുവിനെ കാണാൻ വേണ്ടിയിട്ടല്ല എന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിനെ എല്ലാ രീതിയിലും നമുക്കറിയാം, മണ്ണും കടലും വിറ്റു. അപ്പോൾ കേരളത്തിനെ എല്ലാ രീതിയിലും മുടിപ്പിക്കുക, അല്ലെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും അതോടൊപ്പം ഇതിനെ മറ്റൊരു സ്വകാര്യ കോർപ്പറേറ്റ് വ്യക്തികൾക്ക് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന സർക്കാർ ലക്ഷ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. കാരണം പ്രൈവറ്റലൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് കൂടിയാണ് ഈ കഴിഞ്ഞു പോയത്. ഇവിടെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ നിന്ന് ഒരു വശത്ത് നിന്ന് തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ട്രാവലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അതേസമയം കേരളത്തിൽ മദ്യം കൂടുതലായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നികുതിയിൽ വരെ കുറവ് വരുത്തി വിലവർദ്ധനവിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും. രണ്ടും നല്ല കോമ്പിനേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതെല്ലാം ആ ചർച്ചയുടെയും അവിടെ നടന്ന കൂടിക്കാഴ്ചയുടെയും ഫലമാണ് എന്ന് പാവപ്പെട്ട നമ്മൾക്ക് മാത്രം അങ്ങോട്ട് കൃത്യമായി മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.